ഓർക്കിഡ് പൂക്കളുടെ വസന്തമാണ് തൃശൂർ പെരിഞ്ഞനം സ്വദേശി സാബിറ മൂസയുടെ ജീവിതത്തെ വർണ്ണാഭമാക്കുന്നത്. അപൂർവങ്ങളായ ഓർക്കിഡ് പുഷ്പങ്ങളുടെ ശേഖരമാണ് സാബിറയെ വ്യത്യസ്തമാക്കുന്നത്. സാബിറയുടെ വർണ്ണമനോഹരമായ ഓർക്കിഡ് കാഴ്ചകളാവട്ടെ അടുത്തത്. പതിനഞ്ച് വർഷം മുൻപ് ഹോബിയായി തുടങ്ങിയ ഓർക്കിഡ് ചെടികളുടെ ശേഖരമാണ് സാബിറയെ ഉയരങ്ങളിലെത്തിച്ചത്. അപൂർവങ്ങളിൽ അപൂർവവും സുഗന്ധം പരത്തുന്നതുമായ നിരവധി ഓർക്കിഡ് പുഷ്പങ്ങൾ ഈ വീട്ടമ്മ സ്വന്തമാക്കി കഴിഞ്ഞു. മുംബൈ, ഡൽഹി അടക്കമുള്ള വൻ നഗരങ്ങളിലേക്ക് ഓർക്കിഡ് പുഷ്പങ്ങൾ അയക്കുന്നത് ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ്. ഓർക്കിഡിന് പുറമെ അഡീനിയം, യൂഫോബിയ, അഗ്ലോഡിമ, ആന്തൂറിയം എന്നിവയും സാബിറയുടെ തോട്ടത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു. ഇതിൻ്റെ മിക്കവാറും എല്ലാ വെറൈറ്റികളും ഇവിടെയുണ്ട്. അത് നഴ്സറീസ് ആയാലും വീട്ടമ്മമാരായാലും ഒരുപാട് പേര് ചെടികളും സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സുകാർ പൂക്കളും കൊണ്ടുപോകുന്നുണ്ട്. ഇവയെല്ലാം നല്ല വരുമാനമാണ് ഈ വീട്ടമ്മയ്ക്ക് നൽകുന്നത്. 12 വർഷമായിട്ട് ചെയ്തു വരുന്നതാണ് പൂക്കൃഷി. ആദ്യമേ തന്നെ മുല്ലക്കൃഷിയാണ് തുടങ്ങിയത്. മുല്ലക്കൃഷി, അത് കഴിഞ്ഞ് ആന്തൂറിയം, ഓർക്കിഡ്സ് എന്നീ കൃഷികൾ തുടങ്ങി. ഇപ്പോൾ മാസം നല്ലൊരു വരുമാനം എനിക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. ദിവസം ഒരു 2 മണിക്കൂർ ഇതിനു വേണ്ടി ചിലവഴിച്ചാൽ നമുക്ക് മാസത്തിൽ നല്ലൊരു വരുമാനം ഇതിൽ നിന്ന് ലഭിക്കും. താല്പര്യമുള്ള വീട്ടമ്മമാർ ഇതിലേക്ക് ധൈര്യമായി കടന്നു വരാമെന്നാണ് ഞാൻ പറയുന്നത്. ഒരേക്കറോളം സ്ഥലത്ത് പ്രത്യേകം പന്തലൊരുക്കിയാണ് പൂക്കൃഷി നടത്തുന്നത്. മുഴുവൻ സമയം പരിചരണം നൽകേണ്ട ചെടികളായതിനാൽ വീട്ടുജോലി കഴിഞ്ഞാൽ സാബിറയും 3 സഹായികളും തോട്ടത്തിൽ തന്നെയായിരിക്കും. വീട്ടിലെ ജോലികൾക്കൊപ്പം നമുക്ക് തീർച്ചയായും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. രാവിലെ കുറച്ച് നേരം ഇതിനു വേണ്ടി ചെലവഴിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റും. പരിചരണത്തിന്റെ ഭാഗമായി കൃത്രിമ മഴയും ഒരുക്കിയിട്ടുണ്ട്. ഡിമാൻഡ് അനുസരിച്ച് പൂക്കൾ നൽകാൻ കഴിയുന്നില്ല എന്നതാണ് ഇവർ നേരിടുന്ന പ്രധാന പ്രശ്നം. ചെടികളുടെ പരിപാലനത്തിലും പൂക്കളുടെ വിൽപ്പനയിലും മികച്ച നേട്ടം കൈവരിച്ച സാബിറയെ തേടി സംസ്ഥാന സർക്കാരിന്റെ ഉദ്യാന ശ്രേഷ്ഠാ പുരസ്കാരവും എത്തിയിരുന്നു. ജീവിതത്തോടുള്ള വീട്ടമ്മമാരുടെ പതിവ് കാഴ്ചപ്പാടിൽ നിന്നും മാറി ചിന്തിച്ചതോടെയാണ് സാബിറയുടെ ജീവിതം വർണ്ണാഭമായത്. ഊണൊരുക്കുന്നതും ഉച്ചയുറക്കവും TV കാണുന്നതും മാത്രം ജീവിതചര്യയാക്കിയവർക്ക് ഈ വിജയഗാഥ മാതൃകയാക്കാവുന്നതാണ്.